Hi guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു DIY ഫേസ് പാക്ക് ആണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഫേസ് പാക്ക് ആണ്. 100% റിസൾട്ട് ഉള്ള ഫേസ് പാക്ക് ആണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ഈ ഫേസ് പാക്ക് കൊണ്ടുവരുന്നത് തന്നെ. അത്ര എഫക്റ്റീവ് ആണ്. മെയിൻ ആയിട്ട് ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് മുൾട്ടാണിമിട്ടിയാണ്. ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് വഴിയെ വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻസ് ആണ് എനിക്ക് കുറച്ചും കൂടെ മോട്ടിവേഷൻ നൽകുന്ന പുതിയ പുതിയ വീഡിയോ ഇടാൻ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ എപ്പോഴും DIY ചെയ്യുമ്പോഴത്തേക്ക് ക്ലീൻ ആയിരിക്കണം നമ്മുടെ ഫേസ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്രബ് യൂസ് ചെയ്യണം. ഏത് സ്ക്രബ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സ്ക്രബ് യൂസ് ചെയ്യാം. അതായിരിക്കും കൂടുതൽ ബെറ്റർ. അല്ലാതെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആയാലും അല്ലാതെ ട്യൂബ്സിലൊക്കെ കിട്ടത്തില്ലേ, നല്ല ബ്രാൻഡ്സിനെ നോക്കി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ക്രബ് പറഞ്ഞുതരാം. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സ് റിമൂവ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനലിൽ ഉണ്ട് ആ വീഡിയോ. നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ മതി. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏത് സ്ക്രബാണ് യൂസ് ചെയ്യുന്നതെന്ന്. നല്ല എഫക്റ്റീവാണ്. വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ പോകാനും നല്ല സോഫ്റ്റ് ആവും മൂക്കൊക്കെ. എനിക്ക് കൂടുതലും വൈറ്റ് ഹെഡ്സ് ഉള്ള ആളാണ്. ഞാൻ യൂസ് ചെയ്യുന്ന സ്ക്രബാണ് നമ്മുടെ തേയിലപ്പൊടിയിലെ ടീ പൗഡറും പിന്നെ കോക്കനട്ട് ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒരു 5 to 10 മിനിറ്റ്സ് ചെറുതായിട്ട് പതിയെ സ്ലോലി സ്ക്രബ് ചെയ്ത് കൊടുത്താൽ നല്ല ചേഞ്ചാണ് നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്നത്. അപ്പം ഇതുപോലെ സ്ക്രബ് ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പ് അതാണ്. തേർഡ് സ്റ്റെപ്പാണ് ഫേസ് പാക്ക്. ഫേസ് പാക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനം വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. വീട്ടിലും തയ്യാറാക്കാൻ പറ്റും. അല്ലാതെ നമ്മുടെ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള കുറേ പ്രോഡക്റ്റ്സ് ഉണ്ടല്ലോ ഫേസ് പാക്കിന് വേണ്ടി. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഓട്സ് വെച്ചിട്ട് ഫേസ് പാക്ക് ഇടുന്നത്. അതും ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള സാധനമാണ്. ഏറ്റവും കൂടുതൽ ഞാൻ പാക്ക് യൂസ് ചെയ്തിട്ടുള്ള ഓട്സ് വെച്ചിട്ടാണ്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ, കണ്ടിട്ടില്ലാത്തവർ. അപ്പം നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. അപ്പം ഈ വീഡിയോയിൽ മെയിനായിട്ട് ഇൻഗ്രീഡിയൻറ്റ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് മുൾട്ടാണിമിട്ടിയാണ്. മുൾട്ടാണിമിട്ടി എന്ന് പറഞ്ഞാൽ ഫുൾ എർത്ത് ക്ലേ എന്നും പറയും ഇംഗ്ലീഷിൽ. ആദ്യം തന്നെ ഞാൻ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ കുറച്ച് പാല് ഒഴിച്ച് നേരത്തെ വെച്ചിട്ടുണ്ട്. ഞാൻ അടുക്കളയിൽ ചെന്ന് എടുക്കാൻ പോയ അമ്മൂമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് പാല്. ഒരു 3 ടേബിൾ സ്പൂൺ പാല് ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ മുഖത്തിന് ആവശ്യമുള്ള പാല് നിങ്ങൾക്ക് എടുക്കാം. എന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ മെയിൻ സാധനമായ മുൾട്ടാണിമിട്ടിയാണ്. നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം എടുക്കുക. എന്നിട്ട് ഞാൻ ഡയറക്റ്റ്ലി പാലില്ലാത്തോട്ടാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട്. നല്ലപോലെ എനിക്ക് ഈ പാലും മുൾട്ടാണിമിട്ടിയും കൂടെ ഉള്ള സ്മെല്ല് ഇഷ്ടപ്പെടുന്നില്ല. ഒരു വല്ലാത്ത സ്മെല്ല്. അത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. തേക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ കറ്റാർവാഴയാണ്. വീട്ടിലുള്ളവർ ഫ്രഷ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. മറ്റേ നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടി ബെറ്റർ അതായിരിക്കും. അപ്പം ഇത് ഞാൻ ഹാഫായിട്ട് കട്ട് ചെയ്യുക. ഈ ജെല്ലാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച പേസ്റ്റിൻ്റെ കൂടെ ഇത് ചുരണ്ടി ഇടുക. ഇതിൻ്റെ ജ്യൂസ് എന്ന് വെച്ചാൽ ജെല്ല് ഫുള്ളും ഇതിനകത്ത് വരുത്തണം. അങ്ങനത്തെ രീതി ചെയ്യണം.
ചിരണ്ടുമ്പോഴത്തേക്ക് വന്നോളൂ. ഞാൻ നമ്മുടെ അലോവേറ ജെല്ലെല്ലാം കൂടെ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരു വലിയ ലെമൺ ആണെങ്കിൽ ഒരു ലെമൺ പിഴിഞ്ഞൊഴിക്കുക. എന്നുവെച്ചാൽ 1/4 പിഴിഞ്ഞൊഴിക്കുക. ഇല്ലെങ്കിൽ ഹാഫ് എടുത്ത് പിഴിഞ്ഞൊഴിക്കുക, കുഞ്ഞി ലെമൺ ആണെങ്കിൽ. അപ്പം ലെമണിൻ്റെ നീരും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയ മുൾട്ടാണി മിട്ടി, പാല്, ലെമൺ, അലോവേറ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോവാണ്. മുഖം നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ക്ലീൻ ആയിട്ടുള്ള മുഖത്ത് മാത്രം അപ്ലൈ ചെയ്താൽ മതി ഫേസ് പാക്കൊക്കെ. അപ്പം ഞാൻ അപ്ലൈ ചെയ്യാം. ഗൈസ്, നിങ്ങൾ എപ്പോഴും ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് മുടിയൊക്കെ കെട്ടി വെക്കണം. ഇല്ലെങ്കിൽ മുടിയിലൊക്കെ കൂടെ ആവും. അതുകൊണ്ട് കെട്ടി വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. ഇത് ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കഴുകി കളയും. അപ്പോൾ 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഞാൻ മുഖമൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. കഴുകിയിട്ട് വന്നിട്ട് ഇതാണ് റിസൾട്ട്. അപ്പം നിങ്ങൾക്ക് തന്നെ ഡിഫറൻസ് മനസ്സിലാവാൻ പറ്റുമല്ലോ, മറ്റേൻ്റെയും ഇപ്പോഴത്തെയും ഡിഫറൻസ്. എനിക്ക് തന്നെ കഴുകിയപ്പോഴത്തേക്ക് കളർ ടോൺ കുറച്ചും കൂടെ ബ്രൈറ്റ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം ഇനി നമുക്ക് മുൾട്ടാണി മിട്ടിയുടെയും ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്തതിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മുൾട്ടാണി മിട്ടിയുടെയാണ്. മുൾട്ടാണി മിട്ടി എന്ന് പറയുന്നത് നമ്മുടെ ആക്നി മാർക്സ്, സ്കാർസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ മുഖത്തുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാൻ ഹെൽപ്ഫുള്ളാണ് മുൾട്ടാണി മിട്ടി. അതേപോലെ ഡീപ്പ് ക്ലെൻസിങ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതേപോലെ നല്ല ഹെൽത്തി ഗ്ലോയിങ് സ്കിന്ന് കിട്ടാൻ റെഗുലർ യൂസിന് അതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഈ മുൾട്ടാണി മിട്ടി യൂസ് ചെയ്താൽ. ഞാനിപ്പോൾ തന്നെ ഈ ആഴ്ചയിൽ തന്നെ 2 ദിവസം ഞാൻ ഇൻക്ലൂഡിങ് ദിസ് ഡേ 2 ദിവസം ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫേസിൽ ആ മാറ്റം കാണാനും ഉണ്ട്. ഞാൻ ആലോചിക്കുന്നുണ്ട് ഇത് കണ്ടിന്യൂ ചെയ്താലോ, ആഴ്ചയിൽ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ യൂസ് ചെയ്താലോ എന്ന് എൻ്റെ സ്കിൻ കെയർ റുട്ടീനിൽ ഞാൻ അങ്ങനെ ആലോചിക്കുന്നുണ്ട് ചെയ്യണം. പിന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് മുൾട്ടാണി മിട്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള എക്സസീവ് ഓയിലൊക്കെ അത് റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്തിട്ട് ഈ പിമ്പിളൊക്കെ വരുന്നത് അത് കുറയ്ക്കും. പിന്നെ നമ്മൾ യൂസ് ചെയ്ത ഇൻഗ്രീഡിയൻറ്റ് ലെമൺ ആണ്. ലെമണിൻ്റെ എന്ന് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിയാണ് അതിനുള്ളത്. അതിൽ വിറ്റാമിൻ സി ആണ് ഉള്ളത്. അറിയാലോ വിറ്റാമിൻ സി എന്തൊക്കെ ആണ് നമ്മുടെ സ്കിന്നിന് യൂസ്ഫുൾ എന്ന്. അത് ഭയങ്കര ഗ്ലോയിങ് ഒക്കെ തരാൻ ഭയങ്കര യൂസാണ് വിറ്റാമിൻ സി. വിറ്റാമിൻ സി നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഭയങ്കര നല്ലതായിരിക്കും. ഞാനിപ്പം കുറച്ച് സ്കിൻ കെയർ റുട്ടീൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലതാണോ അല്ലയോ എന്ന് പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ ഇത് 1 മന്ത് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് 1 മന്ത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോയിൽ പറയാം. ലെമൺ നമ്മുടെ വിറ്റാമിൻ സി ഉള്ളതുകൊണ്ട് റെഡ്യൂസസ് ഏജ്, യൂത്ത്ഫുൾനെസ് ഒക്കെ നിലനിർത്താൻ ഭയങ്കര നല്ലതാണ്. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് മിൽക്കാണ്. മിൽക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഭയങ്കര എക്സസീവ് ഓയിലൊക്കെ റെഡ്യൂസ് ചെയ്യും. പിന്നെ നല്ല സ്മൂത്തനിങ് എഫക്റ്റ് ഒക്കെ വരുത്തും. നല്ല സോഫ്റ്റ് ആയിരിക്കും സ്കിന്ന് മിൽക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇറിറ്റേറ്റഡ് ആൻഡ് ഡ്രൈഡ് സ്കിന്നൊക്കെ നല്ലതാണ് മിൽക്ക് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നത്. മോയ്സ്ചറൈസ് ചെയ്യും നമ്മുടെ മുഖം ഫുള്ള്. എന്നിട്ട് അടുത്ത നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അലോവേറയാണ്. അലോവേറ
സൺബേൺസിന്, സൺ ടാനിങ്ങിന്, പിന്നെ അതിനൊരു കൂളിംഗ് പ്രോപ്പർട്ടിയും ഉണ്ട്. പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, എന്നുവെച്ചാൽ ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കും. ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഈ ഫേസ് പാക്കിൽ, ഇന്നത്തെ ഫേസ് പാക്കിൽ. അപ്പം ഒരു കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർക്കൊക്കെ ഈ മാസ്ക് യൂസ് ചെയ്യാം. വേറെയും കുറേ ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് മുൾട്ടാണി മിട്ടിയും വെച്ചിട്ട് നമുക്ക് കുറേ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓയിലി സ്കിൻകാർക്ക് അങ്ങനത്തെ ഫേസ് പാക്ക്, പിന്നെ ഡ്രൈ സ്കിൻകാർക്ക് ടൈപ്പുള്ള വേണ്ട ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അങ്ങനത്തെ ഫേസ് പാക്കൊക്കെ മുൾട്ടാണി മിട്ടി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വെച്ചിട്ട് ബാക്കി നമുക്ക് കോമ്പിനേഷൻ ചേർത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓയിലി സ്കിൻകാർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മാസ്ക് ആണ്. ഓറഞ്ച് പീൽ പൗഡറും പിന്നെ ടെർമറിക് പൗഡറും ലെമൺ ജ്യൂസും ഹണിയും കൂടെ മിക്സ് ചെയ്ത് മുൾട്ടാണി മിട്ടിയിൽ മിക്സ് ചെയ്ത് ചേർത്ത് 15 മിനിറ്റ്സ് വെച്ചിട്ട് നിങ്ങൾ കഴുകിക്കളഞ്ഞാൽ നല്ല എഫക്റ്റ് ആയിരിക്കും. അതേപോലെ ഡ്രൈ സ്കിൻകാർക്ക് ഇപ്പം ഞാൻ യൂസ് ചെയ്ത മിൽക്കും അലോവേറയും കൂടെ ചേർത്തിട്ട് റോസ് വാട്ടറും കൂടെ ചേർത്തിട്ട് ഒരു മാസ്ക് ഉണ്ടാക്കിയ മുൾട്ടാണി മിട്ടി വെച്ചിട്ട് ഒരു മാസ്ക് ഉണ്ടാക്കിയ അതും നല്ലതായിരിക്കും ഡ്രൈ സ്കിൻകാർക്ക്. അപ്പം ഇത്രയൊക്കെ ഉള്ളു ഗായ്സ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഈ മാസ്ക് ഒക്കെ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് സെക്ഷനിൽ വന്ന് അറിയിക്കണം എങ്ങനെ ഉണ്ടെന്ന്. അത് കുറച്ചും കൂടെ എനിക്ക് ഹാപ്പിനെസ് നൽകും. നിങ്ങൾക്ക് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം വേറൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗായ്സ്.